ഹിന്ദു മഹാസഭ ആരാണെന്നറിയില്ല, ആരുമായിട്ടും ആശയവിനിമയമോ കൂടിക്കാഴ്ചയോ നടത്തിയിട്ടില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ അത് അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPM നേതൃത്വം, LDF നേതൃത്വം അഖില കേരള ഹിന്ദു മഹാസഭയുടെ പിന്തുണ തേടിയിട്ടുണ്ട്. ആ സമയം മുതൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അഖില കേരള ഹിന്ദു മഹാസഭ LDF-നൊപ്പം നിന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് എന്നാണ് അഖില കേരള ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സ്വാമി ദത്താശ്രയ സായി സ്വരൂപനാഥ് അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അഖില കേരള ഹിന്ദു മഹാസഭ പ്രവർത്തിച്ചു വരികയാണ്. അവിടെ തങ്ങൾക്ക് 5000 വോട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM-ന്റെ PB അംഗം A വിജയരാഘവനുമായിട്ട് നിലമ്പൂരിലെ CPM-ന്റെ പാർട്ടി ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യമാണ് സ്വാമി ദത്താശ്രയ സായി സ്വരൂപനാഥ് അല്പസമയം മുമ്പ് പറയുന്നത്. അതുമാത്രവുമല്ല, നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ സമയം മുതൽ തന്നെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നാണ്. നമ്മൾ ഇങ്ങനെ ഒരു തെളിവുണ്ടോ ചോദിക്കുമ്പോൾ A വിജയരാഘവനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഫോട്ടോയടക്കം അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മിനിഞ്ഞാന്നാണ് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് എന്നാണ് കൂടിക്കാഴ്ച നടത്തിയെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തീയതി പറയുന്നില്ല എങ്കിൽ പോലും A വിജയരാഘവനെയും MV ഗോവിന്ദനെയും നിലമ്പൂരിലെത്തി കണ്ട് തങ്ങളുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്ക് എതിരായിട്ട് CPM പോരാടുന്നതുകൊണ്ടാണ്, LDF വർഗീയതയ്ക്കെതിരെ പോരാടുന്നതുകൊണ്ടാണ് തങ്ങൾ CPM-നെയും LDF-നെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണയ്ക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ വർഗീയതയ്ക്ക് ഒരു സ്ഥാനവും CPM ഭരിക്കുന്നതുകൊണ്ട് ഇല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പിന്തുണ LDF-നാണ് എന്ന് സ്വാമി ദത്താശ്രയ സായി സ്വരൂപനാഥ് അല്പസമയം മുമ്പ് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ CPM-ഉമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് എന്നുള്ള വാദം കൂടി ഈ പറയുന്ന അഖില കേരള ഹിന്ദു മഹാസഭ പറയുകയും ചെയ്യുന്നുണ്ട്. ധന്യവാദം. ശരി ഷിജോ, സേഫ് സൈനിലാബ്ദീൻ ചേരുന്നു. സേഫ്, എന്താണ് ഈ ഹിന്ദു മഹാസഭയുമായിട്ടുള്ള CPM-ന്റെ ബന്ധം? A വിജയരാഘവനെ കണ്ടതിന്റെ ഫോട്ടോ കൂടി പുറത്തുവിട്ടുകൊണ്ടാണല്ലോ അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അതെ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ കണ്ടതിൻ്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് നമ്മളൊരു പ്രതികരണം തേടുന്നത്. മലപ്പുറത്ത് ജില്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം ആദ്യം ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഏതോ ഒരു ഹിന്ദു സഭയുമായിട്ട് ഞങ്ങളെന്തോ മുന്നണി ഉണ്ടാക്കി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പ്രതികരണത്തിൽ, ഇപ്പോൾ നമ്മൾ കേട്ട ആ പ്രതികരണത്തിലേക്ക് അദ്ദേഹം നേരിട്ട് കടക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിക്കുന്നത്. അതാരാണ് ഈ സ്വാമി, അതാരാണെന്ന് തനിക്കൊന്ന് പറഞ്ഞു തരുമോ? തന്നെ ഏതെങ്കിലും സ്വാമിമാർ വന്ന് കണ്ടിട്ടില്ല, അങ്ങനെ ആരുടെയെങ്കിലും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല അവർ ആരാണെന്ന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതിനകത്ത് എന്തായാലും ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിജസ്ഥിതി എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ